എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ചുള്ള ആസ്വാദനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും കൂടി ബഷീർ നൽകിയിട്ടുണ്ട്. എല്ലാവരിലും സ്നേഹവും നന്മയും കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാവീക്ഷണം കൂടി പ്രകടമാകുന്ന കൃതിയാണിത്. ബഷീറിൻ്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന വലിയ കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ തനതു ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ. ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും എന്ന് മാത്രമല്ല, ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിൻ്റെ കഥാഗതി. പ്രകൃതിയെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. വായനക്കാരോട് തൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു ആട് മുഖ്യ കഥാപാത്രമായി വരികയും അതിൻ്റെ കടന്നുകയറ്റവും പ്രസവവും ഭക്ഷണശീലവും വിസർജനവും ബോധപൂർവം പറഞ്ഞുകൊണ്ട് മനുഷ്യതര കഥാപാത്രങ്ങളുടെ അർത്ഥവ്യാപ്തിയും പ്രാധാന്യവും വരച്ചു കാട്ടുന്നു. സാഹിത്യമെന്ന ചില പദകേളി ജാലങ്ങളല്ലാതെ ഒരു ജീവിത പ്രവർത്തനവും മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ബാധ്യതകളുടെ നീതിപൂർവമായ നിർവഹണം കൂടിയാണെന്ന് ബഷീർ സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചാമ്പ മരങ്ങൾ വച്ചു പിടിപ്പിക്കാനും മാങ്കോസ്റ്റിൻ മരങ്ങളെ സ്നേഹിക്കാനും പാമ്പിനും പഴുതാരിക്കും തേളിനും പട്ടിക്കും പൂച്ചയ്ക്കുമെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. തൻ്റെ ജീവിത അനുഭവങ്ങളെക്കാൾ മികച്ച ഒരു അസംസ്കൃത വസ്തു വേറെ ഇല്ല എന്നു തന്നെ വിശ്വസിച്ച വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആട് 1959 പ്രസിദ്ധീകരിച്ചത്. താങ്ക് യു.